എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ആർ പി മീറ്ററിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് എന്താണ് ആർ പി മീറ്റർ എന്നും ആർ പി മീറ്റർ കൊണ്ടുള്ള മെയിനായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്നും ആർ പി മീറ്റർ നമ്മൾ നോക്കിയിട്ട് അല്ലെങ്കിൽ ആർ പി എം നോക്കിയിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് വണ്ടിയിലുള്ളതെന്നതിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ആർ പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഈ ഓട്ടോമൊബൈൽ ഫീൽഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ബൈക്ക്, കാറ് അങ്ങനത്തെ ഉള്ള ഐറ്റംസിൻ്റെ ഈ ഒരു മീറ്റർ അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനത്തെ ഒരു മീറ്റർ എഞ്ചിൻ്റെ റെവല്യൂഷൻ കാണിക്കുന്ന ഒരു മീറ്ററാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരിക. ശരിക്കും ഈ ആർ പി മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ നമ്മുടെ ഈ ഓട്ടോമൊബൈൽ ഫീൽഡിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഈ കറങ്ങുന്ന എന്തൊരു സാധനത്തിന് ആർ പി എം ഉണ്ട്. അതായത് നമ്മളെ വീട്ടിലിപ്പോൾ എന്തെങ്കിലും ഒരു മിക്സി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫാൻ ആണെങ്കിലും കറങ്ങുന്ന എന്തൊരു ഐറ്റംസിനും ഈ ആർ പി എം ഉണ്ട്. ഈ ആർ പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് റെവല്യൂഷൻ പെർ മിനിറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് ഒരു മിനിറ്റിൽ ആ വസ്തു ഇത്ര വട്ടം കറങ്ങുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചിപ്പിക്കാനുള്ള ഒരു സംഗതിയാണ് ഈ ആർ പി എം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ആർ പി മീറ്റർ ഉണ്ടല്ലോ, ഈ ആർ പി മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പൊസിഷൻ സെൻസർ എന്ന് പറഞ്ഞിട്ടൊരു സെൻസർ ഉണ്ട്. ആ സെൻസറായിട്ടാണ് നമ്മുടെ ഈ ആർ പി മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് അത് നമ്മൾ ഈ ABS-ൻ്റെ ഒക്കെ സെൻസറിൻ്റെ അതേപോലത്തെ ഒരു മോഡൽ സെയിം സാധനം തന്നെയാണ് ഉണ്ടാവുക. അതായത് അതിൻ്റെ ചിത്രം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അതായത് നമ്മുടെ പിസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്കും താഴത്തേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ആ സാധനത്തിന് അത് റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റാണ്. അപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ് വഴി പുറത്തേക്ക് വരുന്ന ഈ റോട്ടറി മോഷനെ സെൻസ് ചെയ്തിട്ട് നമ്മുടെ ആർ പി എം ഇത്ര തവണ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നുണ്ട് നമ്മളതിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഈ ആർ പി മീറ്റർ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആർ പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിനെ ആർ പി മീറ്റർ എന്നല്ല, ശരിക്കും ഇതിനെ ടാക്കോമീറ്റർ എന്നാണ് പറയുക. നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പോൾ ആർ പി മീറ്റർ എന്നിങ്ങനെ പറഞ്ഞ് ഇതായതാണ്. ശരിക്കും ആർ പി മീറ്റർ എന്നല്ല, ടാക്കോമീറ്റർ എന്നാണ് പറയുക. ആർ പി എം വെച്ചിട്ട് നമുക്ക് ഈ എഞ്ചിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഈ എഞ്ചിൻ എത്രത്തോളം കറങ്ങുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. മെയിനായിട്ട് ഈ ആർ പി മീറ്ററിൻ്റെ ഈ സ്പീഡോമീറ്ററിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എഞ്ചിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ആ കറക്കം അല്ലാന്നുണ്ടെങ്കിൽ ആ പവറിനെ കറക്റ്റായിട്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ ആർ പി മീറ്ററാണ്. അതായത് നമ്മുടെ ഈ ആർ പി മീറ്ററിലാണ് ശരിക്കും നമുക്ക് എഞ്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പവർ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ സ്പീഡോമീറ്ററിൽ ശരിക്കും നമ്മളെ വീലിൻ്റെ സെൻസിങ് ആണ്. അതായത് വീൽ എത്രത്തോളം കറങ്ങുന്നുണ്ട് എന്നതിനാണ് ശരിക്കും ഈ സ്പീഡോമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈക്കിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറക്കത്തിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി നമ്മൾ ഓഫ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിൻ കിൽ സ്വിച്ച് വെച്ചിട്ട് നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആർ പി മീറ്റർ വർക്ക് ചെയ്യില്ല, പക്ഷേ സ്പീഡോമീറ്റർ ഇങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീലിൻ്റെ സ്പീഡ് സെൻസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആർ പി മീറ്റർ എന്ന് പറയുന്നത് എഞ്ചിൻ്റെ കറക്കം സെൻസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആർ പി എമ്മിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സൂചി ഇപ്പോൾ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഇത് 0-ലാണ് നിൽക്കുന്നത്. ഈ സാധനം ഇങ്ങനെ കറങ്ങിയിട്ട് രണ്ടാമതും ഈ ഒരു 0-ൽ എത്തുമ്പോഴാണ് ഒരു റെവല്യൂഷൻ ആവുന്നത്. അങ്ങനെ ഒരു മിനിറ്റിൽ എത്ര തവണ കറങ്ങുന്നു എന്നതിനാണ് ഈ ആർ പി എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെവല്യൂഷൻ പെർ മിനിറ്റ്. അതായത് ഈ ഒരു സൂചി ഈ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും കറങ്ങി ഈ പോയിന്റിൽ തന്നെ അങ്ങനെ ഒരു മിനിറ്റിൽ എത്ര തവണ അങ്ങനെ കറങ്ങുന്നുണ്ട് എന്നതിനെയാണ് ഈ ആർ പി എം കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഐഡിയൽ പൊസിഷനിൽ നമ്മളെ ഈ ആർ പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു 1000-ൻ്റെ താഴെ ലെവലിലാണ് നമ്മുടെ ആർ പി എം വന്നിട്ട് നിൽക്കുക. അപ്പോൾ അത്ര തവണ ഒരു മിനിറ്റിൽ അത്ര തവണ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നുണ്ട് എന്നാണ് ഈ ആർ പി എം കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ആർ പി മീറ്ററിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ റിച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ LDIക്ക് ആർ പി മീറ്റർ ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ആർ പി മീറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഏകദേശം എത്രത്തോളം പവർ ഉണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റില്ല. മെയിനായിട്ടുള്ള ഇപ്പോൾ മൈലേജിൻ്റെ കാര്യം തന്നെ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് നോക്കി അല്ലെങ്കിൽ മൈലേജ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനം നമ്മളെ ആർ പി മീറ്ററാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ എപ്പോഴും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാനൊരു 1500 ആർ പി എം അല്ലെങ്കിൽ 2000 ആർ പി എമ്മിൻ്റെ താഴേക്കാണ് ഞാൻ എപ്പോഴും വണ്ടി ഓടിക്കാറുള്ളൂ. അത് നമുക്ക് ആർ പി മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം ഞാൻ കണ്ടില്ലേ, ഇപ്പോൾ ഇതാണ് 2000 ആർ പി എം എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 2000 എന്ന് പറയുമ്പോൾ ഇത് 2 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ×1000 ആർ പി എം എന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ ഇതേ ഇൻറ്റു, അതായത് ഈ 1-ൻ്റെ ഭാഗത്തേക്കാണ് നമ്മുടെ ആർ പി മീറ്റർ വന്ന് നിൽക്കുന്നത് വെച്ചാൽ 1 × 1000, അതായത് 1000. അതേപോലെ ഈ 2-ൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ 2000, 3-ൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ 3000, 4000 അങ്ങനെയാണ് ആർ പി എമ്മിൻ്റെ കണക്കും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈലേജൊക്കെ നോക്കിയിട്ട് ഓടിക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഈ ആർ പി മീറ്ററാണ്. കാരണം ഞാനൊക്കെ എപ്പോഴും 5th ഗിയറിലൊക്കെ പോകുന്ന സമയത്ത് ഒരു 1500 അല്ലെങ്കിൽ 2000-ന് തൊട്ട് താഴേക്കൊക്കെ ആർ പി മീറ്ററിൻ്റെ സൂചി വന്ന് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും വണ്ടി ഓടിക്കാറുള്ളത്. അപ്പോൾ അത് കൊണ്ടാണ് നമുക്ക്
ആർ പി മീറ്ററൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് സേവ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. കാരണം ഏകദേശം ഒരു 1500 RPM ഒക്കെ പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ വണ്ടി ഏകദേശം സ്പീഡോമീറ്ററിൽ ഏകദേശം ഒരു 60-70ൻ്റെ ഏകദേശം അടുത്താണ് നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ സൂചി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ റേഞ്ചിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്യൂൽ എക്കണോമി എന്തായാലും കിട്ടുന്നതാണ്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ RPM മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എത്രത്തോളം അത് RPM കൊടുത്താലാണെങ്കിൽ എത്രത്തോളം RPMലാണ് വന്ന് നിൽക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. കൂടുതലായിട്ടുള്ള ട്രാഫിക് ഏരിയ കൂടെ പോകുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് ചെറിയ വഴി കൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സ്പീഡ് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഈ സ്പീഡോമീറ്റർ വെച്ചിട്ട് ഏകദേശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഈ RPM മീറ്ററിനാണ്. അപ്പോൾ ഈ RPM മീറ്റർ നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ആക്സിലേറ്ററും കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഒരു മയത്തിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആക്സിലറേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ ഫ്യൂല് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പീഡോമീറ്റർ നോക്കിയിട്ട് 60-70 ഏകദേശം ആ റേഞ്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം വണ്ടിക്ക് ഇത്രത്തോളം RPM ഇപ്പോൾ കിട്ടുന്നുണ്ടെന്ന്. പക്ഷേ നമ്മൾ ഈ ചെറിയ റോഡിൽ കൂടെയും അല്ലാന്നുണ്ടെങ്കിൽ ഈ കട്ട് റോഡിൽ കൂടെയും ചെറിയ വഴി കൂടെയൊക്കെ പോക്കറ്റ് റോഡിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് സ്പീഡോമീറ്റർ വെച്ചിട്ട് നമുക്ക് RPM എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ RPM മീറ്ററിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ടാക്കോമീറ്ററിൽ നോക്കിയതിന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 1000 RPMൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ RPM വന്നിട്ട് നിൽക്കുക. അതാണ് ശരിക്കും ഐഡിയൽ RPM എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ. അപ്പോൾ ടാക്കോമീറ്റർ വെച്ചിട്ട് അങ്ങനെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആണോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാകാം. ഇപ്പോഴത്തേക്ക് വണ്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അത് കാരണം കൊണ്ട് നമുക്ക് എഞ്ചിൻ്റെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ക്യാബിൻ്റെ ഉള്ളിലേക്ക് വരില്ല. അപ്പോൾ അങ്ങനെയും നമുക്ക് RPM മീറ്ററും കൊണ്ട് ഒരു ഗുണമുണ്ട്. AC ഓൺ ആക്കി കഴിഞ്ഞിട്ട് വെച്ചാൽ നമ്മുടെ കംപ്രസർ കറക്റ്റായിട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കംപ്രസർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് RPM മീറ്റർ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാതെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RPM നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് AC ഓൺ ആക്കി കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ RPMൽ ചെറിയ രീതിയിലൊരു വേരിയേഷൻ ഉണ്ടാവും. അത് നമുക്ക് അങ്ങനെ നോക്കിയിട്ട് നമുക്ക് AC-യുടെ കംപ്രസർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ AC-യുടെ കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് RPM മീറ്റർ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ 1-2 ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ നമുക്ക് RPM മീറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെയിനായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈലേജിൻ്റെ കാര്യം തന്നെയാണ്. RPM മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ RPM മീറ്റർ നോക്കിയിട്ട് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്തായാലും നമുക്ക് മൈലേജ് സേവ് ചെയ്യാൻ പറ്റും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ RPM മീറ്റർ ഇല്ലാത്തപ്പോൾ റിച്ച് LD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ RPM മീറ്റർ ഇല്ലാത്ത വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് RPM കൊടുക്കാം. RPM മീറ്റർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ നമുക്ക് പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് RPM മീറ്റർ പിടിപ്പിക്കുക എന്ന് പറയുന്നത്. ഈ ജസ്റ്റ് ഒന്ന് ഈ കവറും കാര്യങ്ങളൊക്കെ ഒന്ന് അയക്കണം. അതേപോലെ RPM മീറ്റർ ഒന്ന് മേടിക്കുന്നത് ഒറിജിനൽ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയത് മേടിക്കുമ്പോൾ അത്യാവശ്യം റേറ്റുള്ള കാര്യമാണ്. നമുക്ക് ഈ പൊളി മാർക്കറ്റിലൊക്കെ പോയി കണ്ടിച്ചാൽ ചെറിയ രീതിയിൽ ചെറിയ പൈസയ്ക്ക് തന്നെ നമുക്ക് ഈ 500 രൂപ 600 രൂപയുടെ റേഞ്ചിൽ തന്നെ നമുക്ക് ഈ സാധനം കിട്ടും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ പിടിപ്പിക്കാം. പക്ഷേ ഇങ്ങനെ ഈ ശരിക്കും ഇത് പിടിപ്പിക്കുമ്പോൾ ഒരു A സ്റ്റാറിന് ഒരു RPM മീറ്റർ വരുന്നുണ്ട്. അത് നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ ഈ റിച്ചിൻ്റെ RPM മീറ്ററിനേക്കായി ഒന്നും കൂടി ഭംഗിയുള്ള ഒന്നും കൂടി കാണാനൊരു ലുക്കുള്ള ഒരു RPM മീറ്ററാണ് നമ്മുടെ A സ്റ്റാറിൻ്റെ വരുന്നത്. അപ്പോൾ A സ്റ്റാറിൻ്റെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് RPM മീറ്റർ നമുക്ക് റിച്ചിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒരു ഭംഗി അല്ലെങ്കിൽ ഒന്നും കൂടി ഒരു സ്പോർട്ടി ലുക്ക് നമുക്ക് RPM മീറ്ററിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നമ്മുടെ റിറ്റ്സിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ഈ RPM മീറ്ററാണ്. അതായത് നമ്മുടെ റിറ്റ്സ് അതേപോലെ ബീറ്റ് A സ്റ്റാർ അങ്ങനത്തെ ഈ 2-3 വണ്ടികൾക്കാണ് കൂടുതലായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് RPM മീറ്റർ കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് നമുക്ക് പിടിപ്പിക്കാവുന്ന കാര്യമാണ് ഈ RPM മീറ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഈ RPM മീറ്ററൊക്കെ നമ്മുടെ ഇത്തരം വണ്ടികളിലേക്ക് റിറ്റ്സിൻ്റെ ഒരു മുഖമുദ്രയായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ റിറ്റ്സിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഡാഷ്ബോർഡിലുള്ള മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ RPM മീറ്ററാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ RPM മീറ്ററിൻ്റെ കാര്യത്തിൽ. അപ്പോൾ റിറ്റ്സിനൊക്കെ ശരിക്കും ഈ RPM മീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇൻറ്റീരിയർ നോക്കുമ്പോൾ ഒരു ഉപ്പില്ലാത്ത കഞ്ഞി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ്. ശരിക്കും റിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റീരിയർ കയറുമ്പോൾ ശരിക്കും എനിക്കും ഏറ്റവും അട്രാക്റ്റീവായിട്ട് റിറ്റ്സിൻ്റെ 2 കാര്യം തോന്നിയിട്ടുള്ള ഒന്ന് ഈ RPM മീറ്ററും പിന്നെ അതേപോലെ ഈ ഗിയറിൻ്റെ ഈ പൊസിഷനുമാണ്. ഇതാണ് സത്യം പറഞ്ഞാൽ റിറ്റ്സിൽ എനിക്ക് ഇൻറ്റീരിയറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. ഈ 2 കാര്യമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ LDA ഓപ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഒരു RPM മീറ്റർ കൊടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അത് നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ഒരു ലുക്ക് കൂട്ടാൻ തന്നെ നല്ലൊരു കാര്യമായിരിക്കും. അത് റിച്ചിൻ്റെ കാര്യം മാത്രമല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അൾട്ടോ ആയാലും അല്ലെങ്കിൽ വേറെ RPM മീറ്ററിൽ ഇപ്പോൾ പഴയ മോഡൽ അൾട്ടോയ്ക്ക് RPM മീറ്റർ ഒന്നുമില്ല, സ്പീഡോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ വണ്ടിക്കും വേണമെന്നുണ്ടെങ്കിൽ RPM കൊടുക്കാം. RPM കൊടുത്തു കഴിഞ്ഞിട്ട് വെച്ചാൽ കാണാൻ തന്നെ ഒരു പ്രത്യേകതരം ഭംഗിയാണ്. ഇപ്പോൾ ചിലവർ ഈ മോഡിഫിക്കേഷൻ നടത്തുന്നവരൊക്കെ ഈ ഭാഗത്തൊക്കെ RPM മീറ്ററൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. അതൊക്കെ കാണാൻ തന്നെ അല്ലെങ്കിൽ ഒരു സ്പോർട്ടി ലുക്ക് തരുന്ന ഒരു ഫീൽ തരുന്നൊരു സംഗതിയാണ് അങ്ങനെ കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. RPM മീറ്ററിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.